അവസാനിപ്പിക്കൂ. എന്റെ മകന്റെ പ്രായമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ പറയാമെങ്കിൽ പിന്നെ എനിക്കും പറയാം കേട്ടോ. ബഹുമാനപ്പെട്ട ശ്രീമതി ആർ ബിന്ദുവിനോട് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് നിരവധി മഹാരഥന്മാർ ഇരുന്നൊരു കസേരയിലാണ് അങ്ങിരിക്കുന്നത്. നിന്റെ മല്ലയ്യ മുതലാളിയോട് ഒന്നും ഇങ്ങോട്ട് ഇറങ്ങാൻ പറ. അയ്യോ വേണ്ട, ഇറങ്ങിയ പിന്നെ കേറത്തില്ല. ഞങ്ങൾ ശരിക്കൊന്ന് കാണട്ടെ. കാരക്കൂട്ടിൽ ദാസനെ എതിർക്കാൻ ധൈര്യമുള്ള തെണ്ടികൾ മുന്നോട്ട് വേണം. മല്ലയ്യെ ശരിക്കൊന്ന് കാണണമെന്ന്. ഓ, എന്നാ പിന്നെ ശരിക്കൊന്ന് കാണിക്കാം. When education is exclusively controlled by the state, it becomes a tool for maintaining totalitarian regimes. Yes, there you are. 1948 കേന്ദ്ര സർക്കാർ UGCകൾ രൂപീകരിക്കുവാൻ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണനെ ചുമതലപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അധ്യക്ഷനായ സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലായിരുന്നു ഇത്. ഇനി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കോൺഗ്രസ് ആയതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളത് വായിക്കാം. കേന്ദ്ര സർക്കാരിന്റെ BJPയുടെ കാവ്യവൽക്കരണത്തെ എതിർക്കുവാൻ വേണ്ടിയിട്ട് നമ്മളൊരു നിയമം കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. BJPയുടെ കാവ്യവൽക്കരണത്തെ എതിർക്കുവാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന നിയമത്തിന്റെ പ്രത്യേകത എന്താ? നിങ്ങളത് CPMന് വേണ്ടി ചുവപ്പുവൽക്കരിച്ചു. ഈ കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുകയും ചുവപ്പുവൽക്കരിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ മത്സരമൊന്നും മാറ്റി നിർത്തിയിട്ട് ഇതിനെ ഒന്ന് അക്കാദമികവൽക്കരിക്കുവാൻ എന്തെങ്കിലും താല്പര്യം കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ ഉണ്ടോ? ഇതിനെ ഒന്ന് അക്കാദമികവൽക്കരിക്കുവാൻ എന്തെങ്കിലും താല്പര്യം കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ ഉണ്ടോ? അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടികൾക്കുണ്ടോ? ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന എന്തായിരുന്നു? ഗവർണർ രാജായിരുന്നു. ഗവർണർ രാജ് മാറ്റിയിട്ട് ഇപ്പൊ എന്താക്കി? മന്ത്രിരാജാക്കി. ഭേദം ബോംബ് കൊണ്ടുവയ്ക്കുന്നതാ. അപ്പൊ പിന്നെ ഒരു പ്രാവശ്യമല്ലേ പൊട്ടുള്ളൂ. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. അങ്ങനെ ആക്കണ്ട കേട്ടാ. സർവകലാശാലയെ അടക്കി ഭരിക്കാനുള്ള മന്ത്രിയുടെ ആർത്തി ഈ നിയമത്തിന്റെ ഓരോ ഭാഗവും എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി വ്യക്തമാകും. അതായത് മുൻപ് ഇതിനകത്ത് നിഷ്കർഷിച്ചിരുന്നത് ഈ സർവകലാശാലയിൽ പ്രോ ചാൻസലറായ മന്ത്രിക്ക് മാത്രമല്ല അധികാരം. മന്ത്രി ഒരു ചിറ്റെഴുതി ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി അംഗത്തെയോ CIT-കാരനെ പറഞ്ഞു വിട്ടാ അവനും പോയി. അവിടെ നിന്റെ ഈ പോക്കിൽ എല്ലാവർക്കും വിഷമമുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ എല്ലാ അക്കാദമികമായ കാര്യങ്ങളും വിലയിരുത്തി പരിശോധിച്ച് അഭിപ്രായം പറയാം. ആരാണ് സാർ ഇവരൊക്കെ? മന്ത്രി ചുമതലപ്പെടുത്തുന്ന ആൾക്ക് എങ്ങനെയാണ് അങ്ങനെ അധികാരം ഉണ്ടാവുക? എന്താ ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കണേ? പറ, എന്തെങ്കിലുമൊക്കെ കടിച്ചാ പൊട്ടാത്ത കാര്യങ്ങൾ നിയന്ത്രിച്ചു പറ. മന്ത്രി ഈ വിഷയത്തെ പറ്റി സ്റ്റഡീഡ് അല്ല എന്ന് ഞാൻ പറയാനായിട്ടുള്ള ഒരു കാര്യം പറയാം. എന്താന്ന്? കഴിഞ്ഞ ദിവസം ഈ സഭയിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിൽ ഒരാളായ മുൻ മന്ത്രിയായ ശ്രീ AP അനിൽകുമാർ അദ്ദേഹം പറഞ്ഞു, മന്ത്രിയോട് പറഞ്ഞു, വളരെ ബഹുമാനത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത്. കാരണന്മാര് നമ്മളെ പഠിക്കാൻ പറ്റുന്നത് നന്നായിട്ട് പഠിക്കാനായിട്ടാണ്, അല്ലാണ്ട് ഉഴപ്പാനായിട്ടല്ല. അതായത് വൈസ് ചാൻസലർക്കുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾ രജിസ്ട്രാർക്കാക്കി മാറ്റുന്ന നിയമവ്യവസ്ഥിതികൾ ഈ പുതിയ നിയമത്തിനകത്തില്ലേ എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എല്ലാ ദിവസത്തെയും എന്ന പോലെ സ്വതസിദ്ധമായ പുച്ഛവും പരിഹാസവും വാരി വിതറി. അപ്പൊ ഇതിന്റെ ബാലപാഠം പോലും വായിക്കാതെയാണോ ഈ സഭയിലെ ഒരു മുതിർന്ന അംഗത്തെ എല്ലാ ദിവസവും എന്ന പോലെ മന്ത്രി പുച്ഛം പരിഹാസവും വാരി വിതറി എന്ന് പറയണം? ഇതിന്റെ അടിസ്ഥാനം എന്താണ് സാർ? ഇതിന്റെ അടിസ്ഥാനം എന്താണ്? കഴിഞ്ഞ കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ SFIക്ക് വിചാരിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പൊ SFIയുടെ സഖാക്കന്മാർ എന്ത് ചെയ്തു? കുട്ടി സഖാക്കന്മാരാണല്ലോ. എനിക്ക് എന്താണ് ഒരു കുറവ്? എനിക്ക് കുറവേ ഉള്ളൂ, കൂടുതലില്ലാന്ന്. അവന്മാരെന്ത് ചെയ്തു? കുറെ ബാലറ്റ് പേപ്പർ എടുത്ത് കഴിച്ചു. അയ്യോ, അത് റിസ്കാ. രജിസ്ട്രാർ പറഞ്ഞു ആ SFIയെ ജയിപ്പിച്ചതായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. PC പറഞ്ഞു സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അതെ, നമ്മൾ തമ്മിൽ ഇവിടെ വെച്ചൊരു വാക്ക് തീർക്ക് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അപ്പൊ വൈസ് ചാൻസലർ അധികാരങ്ങളെ വെട്ടിച്ചുരുക്കി ആ അധികാരങ്ങൾ മുഴുവൻ മന്ത്രിക്ക് അടക്കി വാഴുവാൻ വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങളിലെ ഭേദഗതികൾ എല്ലാം വരുത്തിയിരിക്കുന്നത്. നീ നല്ല ചുട്ട മറുപടി കൊടുത്തോടാ. ചുട്ടു കൊടുക്കും ഞാൻ. വെറുതെ അല്ലോട് തന്നെ പരദൂഷണം വറിയതെന്ന് വിളിക്കുന്നത്. എന്തെങ്കിലും ചോദിച്ചു കഴിയുമ്പോൾ മന്ത്രി എന്താ പറയുന്നത്? മന്ത്രി പറയുന്നത് കൽപ്പാന്ത കാലത്തോളം മന്ത്രി ആർ ബിന്ദു അല്ല കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അത് ഞങ്ങൾക്കറിയാം മിനിസ്റ്ററെ. എന്തെന്ത് മോഹങ്ങളായിരുന്നു, എല്ലാം പാഴായി പോയല്ലോ ദൈവമേ. അത് മിനിസ്റ്റർക്ക് ബോധ്യമുള്ളതിനേക്കാൾ ഞങ്ങൾക്ക് ബോധ്യമുണ്ട്.
നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിസ്ഥാനം 8 മാസം കൂടെ ഉള്ളൂ. അത് കഴിയുമ്പോൾ UDF-ന്റെ മന്ത്രിസഭയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഞാൻ വിശ്വസിക്കില്ല. മഹിയായിട്ട് പറഞ്ഞാൽ എന്റെ വാക്ക് പഴയ ചാക്കും. അപ്പോ പക്ഷെ ഇതിനകത്തെ വ്യവസ്ഥകൾ കൽപ്പാന്ത കാലത്തോളം മന്ത്രി ആർ ബിന്ദുവിന് ഗുണാനുഭവിക്കാൻ പറ്റുന്ന ഒരുപാട് വ്യവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ആ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അവിടെ ആശാന്റെ ഒരു പ്രതിമയുണ്ട്. ആ ആശാന്റെ പ്രതിമ മാറ്റി എന്റെ പ്രതിമ വേണമെന്ന് മന്ത്രി പറയുന്നു ഒഴിച്ച എല്ലാ ചിഹ്നങ്ങളും മന്ത്രിയിലേക്ക് നിക്ഷിപ്തപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള കുടില ശ്രമങ്ങളാണിത്. അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കേസ് തൽക്കാലം ആരോടും പറയണ്ട. സർവകലാശാലയെ കാവ്യവൽക്കരിക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് ചുവപ്പുവൽക്കരിക്കുന്നത്. പുരപ്പുറം തൂക്കുന്നു കേട്ടിട്ടില്ലേ? അതായി കാണുന്നത്. സർവകലാശാലകൾ അറിവിന്റെ വിളനിലമാകണം. മന്ത്രി അക്കാദമിക്കായിട്ട് എന്തെങ്കിലും മറുപടി പറ. പുച്ഛവും പരിഹാസവും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അക്കാദമിക്കായിട്ട് വെല്ലുവിളിക്കുകയാണ്. ജനങ്ങളെ പറ്റിക്കല്ലേ ഇതൊക്കെ? കേരളത്തിലെ എത്ര സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരുണ്ട്? അക്കാദമിക്കായിട്ട് മറുപടി പറയട്ടെ. ഇനി കേരളത്തിലെ എത്ര ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരുണ്ട്? മന്ത്രി അക്കാദമിക്കായിട്ട് മറുപടി പറയട്ടെ. ചോദ്യം ചോദിക്കുമ്പോ ഈ വൈകുന്നേരം റീൽസ് ഇടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പുച്ഛം വാരി വിതർന്നല്ലാതെ അക്കാദമികായ ചോദ്യങ്ങൾക്ക് അക്കാദമിക്കായിട്ട് മറുപടി പറയാൻ ഒരു അധ്യാപിക കൂടിയായിരുന്ന കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തയ്യാറാകണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിനെ എതിർക്കാണ് സാർ. കേരളത്തിലെ ക്യാമ്പസുകളെ, കേരളത്തിലെ സർവകലാശാലകളെ SFIയുടെ യൂണിറ്റ് കമ്മിറ്റി ആഫീസുകളാക്കാനും CITക്കാർക്ക് കയറി ഈ നീക്കത്തെ നമ്മൾ എന്ത് വില കൊടുത്ത് തടയണം. ബഹുമാനപ്പെട്ട ശ്രീമതി ആർ ബിന്ദുവിനോട് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് ഇയാള് പോയില്ലേ? നിരവധി മഹാരഥന്മാർ ഇരുന്നൊരു കസേരയിലാണ് അങ്ങിരിക്കുന്നത്. ആ അവരോടുള്ള ബഹുമാനത്തിന്റെ പേരിലെങ്കിലും അങ്ങ് ഈ നിയമ ഭേദഗതിയിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും കൊണ്ട് അവസാനിച്ചതിന് സ്വാമിക്ക് നന്ദി പറയാ. അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം ഇവിടെ ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. പറഞ്ഞ് അവസാനിപ്പിക്കൂ. എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല, അതോർത്ത് വിഷമിക്കണ്ട. എന്റെ മകന്റെ പ്രായം ഒരാൾക്ക് ഇങ്ങനെയൊക്കെ പറയാമെങ്കിൽ പിന്നെ എനിക്കും പറയാം കേട്ടോ. അതെ, വേറെ ആളെ നോക്കിയാ മതി. ഭയങ്കരം തന്നെ. പറഞ്ഞ് അവസാനിപ്പിക്കൂ. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം.